1.25 മണിക്കൂർ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. സംതിങ് ഡിഫറെൻറ്റ്. മമ്മൂട്ടി കമ്പനി ഇങ്ങനെ ഒരു പടം സെലക്ട് ചെയ്തത് ചുമ്മാ അല്ലെന്ന് ഇൻ്റർവെൽ വരെ നമുക്ക് തോന്നിയിട്ടുണ്ട്. നല്ല രീതിയിൽ മേക്കിംഗ് ആയാലും നമുക്ക് ബോറടിയൊന്നുമില്ല. മമ്മൂട്ടി നല്ല എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസും കാര്യങ്ങളായിട്ട് അടി തന്നെ ഫൈറ്റ് ഒരു മാസ് പ്രതീക്ഷ വരുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. മിഥുൻ മാനുവലിൻ്റെ കുറച്ച് നല്ലൊരു സ്ക്രിപ്റ്റാണെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ക്രിസ്റ്റോ സേവിയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അതേപോലെ തന്നെ ഒരു പാട്ടുമുണ്ട്, നന്നായിട്ടുണ്ട്. ഏതാ ഇന്റർവെല്ലിൽ നല്ലൊരു പഞ്ചിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാജ് ഷെട്ടി പുള്ളിയും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. മമ്മൂട്ടിയുടെ മാസ് വിളയാട്ടം തന്നെയാണ്. എന്തായാലും 1.25 മണിക്കൂർ നല്ല ചില്ലായിട്ടിരുന്ന് എൻ്റർടൈൻമെൻ്റ് ആയിട്ടിരുന്ന് ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് മമ്മൂക്കയുടെ ടർബോ? ആക്ഷൻ കോമഡിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാത്തരം ഫാമിലി മെമ്പേഴ്സിനും അതായത് പൊടിപ്പിള്ളേർ മുതൽ വലിയവർ വരെ, പ്രത്യേകിച്ചും ഈ ഫ്രീക്ക് പയ്യന്മാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മമ്മൂട്ടി മാറിയിരിക്കുന്നു. അത് ഈ പ്രായത്തിൽ ഇതൊരു അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഞാനൊരു 10-34 വർഷം കൊണ്ട് സിനിമ കാണുന്ന ഒരാളാണ്. പക്ഷേ ഇത്രയേറെ ഒരു പവറോട് കൂടി ഇറങ്ങി പവർ ഉണ്ടായിരുന്നു. രാജമാണിക്യത്തിന് ഇങ്ങനെ ഹാഫ് ടൈം വരുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച വീണ്ടും എന്തായിരിക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നത്. അപ്പുറം നല്ലതായിരുന്നു. അതേ ഒരു ട്രെൻഡ് ഇപ്പോൾ നമ്മളുണ്ട് പടം കണ്ടുകൊണ്ടിരിക്കുന്നത്. കടുത്ത ഇന്ന് വരെ മലയാള സിനിമയിൽ ഇത്തരത്തിലൊരു സിനിമ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ബാക്കി കണ്ടിട്ട് പറയാം. കൈയടി സമയം കിട്ടണ്ടേ, പൊളിയല്ലേ, അടിപൊളിയായിരുന്നു. രണ്ട് ഇൻട്രോ, ആദ്യത്തെ ഇൻട്രോ രണ്ടാമത്തെ ഇൻട്രോ ആണ് സൂപ്പറായിട്ടുള്ളത്. പിന്നെ വില്ലൻ ഇൻട്രോ അതിനെക്കാട്ടി കിട്ടുക. രാജ്ബി ഷെട്ടി സൂപ്പർ, രക്ഷയില്ല, വേറെ ലെവൽ. എങ്ങനെയുണ്ട് മമ്മൂട്ടിക്ക് ഒത്ത ഒരു വില്ലൻ, കിന്തലിടി തന്നെ, വേറെ രക്ഷയില്ല. മമ്മൂക്ക ഞെട്ടിച്ചിട്ടുണ്ട്. ഈ പ്രായത്തിലും ഒരു അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഇനി ബാക്കി കാണാം. നിർത്തേക്കുന്ന ഒരു ലെവൽ നിർത്തേക്കുക, ഈ കയറി മടുത്തേക്കാം. അപ്പോൾ ജോസേട്ടായി തകർത്ത്, ജോസേട്ടായി പൊളിച്ച് കാര്യങ്ങളുണ്ട്. ഇൻട്രോ ഒക്കെ നോർമൽ, ജസ്റ്റ് ഒരു മാസ് മസാല എൻ്റർടൈൻമെൻ്റ് ആണ്. അത്യാവശ്യം അടി പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഒരു നോർമൽ ത്രെഡ് അല്ല, നമ്മൾ സ്ഥിരം കാണുന്നൊരു റിവെഞ്ച് പരിപാടിയല്ല, ചെറിയ ഡിഫറെൻ്റ് ആണ്. പിന്നെ അല്ലാതെ മൊത്തത്തിൽ കൊള്ളാം. രാജ്ബി ഷെട്ടിയൊക്കെ കൊള്ളാം. ചെറിയ ലാഗുണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല ആ ഒരു അടിയും പരിപാടികളൊക്കെ ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ നല്ല കോമഡി. പിന്നെ ബിന്ദു പണിക്കർ ഹൈലൈറ്റ് സിനിമയിൽ ഫസ്റ്റ് പെരുന്നാളടിയൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ഈ ബിന്ദു പണിക്കർ അവർ തമ്മിലുള്ള കോംബോ ഒക്കെ കൊള്ളാം. അത്യാവശ്യം കോമഡിയൊക്കെ ഉണ്ട്. ഫുൾ ആക്ഷൻ സീനാണ്, ഫുൾ ആക്ഷനാണ്. പറയാറായിട്ടുള്ള ഫസ്റ്റ് ഹാഫ് വരായിട്ടുള്ളൂ. മമ്മൂക്കയുടെ ഇടിയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, ഫൈറ്റൊക്കെ സെറ്റപ്പാണ്. മിഥുൻ മാനുവലിൻ്റെ സ്ക്രിപ്റ്റ് കൊള്ളാം, കുഴപ്പമില്ല. കോമഡി ഉണ്ട്, വൈശാഖിൻ്റെ മാസ് കോമഡി എല്ലാം ഉണ്ട്.